ആവുന്നത്ര വീട്ടുകാർ പറഞ്ഞു. പറയാൻ മാത്രമല്ല പറ്റൂ, കഴിഞ്ഞ് പോയാൽ പിന്നെ എന്താണ് ചെയ്യാൻ? കോടതി മുറിയിൽ നിന്ന് വാപ്പയെ വെല്ല് വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് എന്താണ് നേടിയത്? കണ്ടില്ലേ മയ്യത്തായി കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെണ്ണെന്ന് ആദ്യയാത്രയാണെന്ന് പറയുന്നത് നിങ്ങളെ കൂടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. അന്ന് തന്നെ ചെക്കനാണ് അന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ചെക്കൻ വീട്ടിലേക്ക് ആ പെൺകുട്ടിയാക്കി. എന്നിട്ടും വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യും. ഒളിച്ചോടുന്ന ആരൊപ്പം? ഈ കള്ളും കഞ്ചാവ് അടിക്കുന്ന ഒരു ചെക്കൻ്റെ ഒപ്പം. ആ ചെക്കൻ്റെ ഒപ്പം ചെക്കൻ്റെ ആകെ കണ്ടതും ആ ഊസാൻ്റെയും പിന്നെ വൈക്കും കടമായിട്ട് വൈക്കും അത് കണ്ടിട്ടാണ് പെൺകുട്ടി പോയത്. കല്യാണം കഴിഞ്ഞ ആ നല്ല ചെക്കൻ്റെ മനസ്സ് കാണാൻ ആ പെൺകുട്ടിക്ക് കണ്ടിട്ടില്ല. ആ നല്ല ചെക്കൻ്റെ മനസ്സ് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ കൊല്ലപ്പെട്ട സിബിറ എന്ന ആ പെൺകുട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും കാരണവും എല്ലാം പറഞ്ഞു ആ ചെക്കൻ ചെയ്യല്ല, ആ ചെക്കൻ്റെ കൂട്ടുകെട്ട് ചെയ്യല്ല. ആ പെണ്ണ് ഉപ്പാൻ്റെ വാക്ക് കേൾക്കാണ്ട് ആ ചെക്കൻ തന്നെ വാണം വാസി വെച്ചിട്ട് ഓടി. കോടതി വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും വിജയിച്ചിട്ടും എന്തോന്ന് വലിയ വിജയം നേടിയ മാതിരി സ്വന്തം ഉപ്പാൻ്റെ മോട്ടിക്ക് നോക്കി ജയിച്ചിട്ട് ഓടി പോയത്. അന്ന് തൊട്ടിട്ട് ബാബയ്ക്ക് അവനെ കണ്ടൂല. കണ്ട ഇഷ്ടപ്പെടാത്ത കാരണം വെച്ചാൽ കൂട്ടുകെട്ടും സഹിയില്ല, അവൻ സ്വഭാവം സഹിയില്ല. ഉമ്മ പോയി തല്ലിക്കൊന്ന കേസിലെ പ്രതിയിൽ അങ്ങനത്തെ കൂട്ടുകെട്ടില്ല. അപ്പം എന്നെ എല്ലാവർക്കും അറിയാം, കാരണവും എല്ലാം. പക്ഷെ എല്ലാം പറഞ്ഞ് കേൾക്കുന്നത് അതാണ് പെൺകുട്ടി തീരുമാനം നിൽക്കുമ്പോൾ സൂക്ഷിക്കാൻ പറയും. ഇങ്ങനത്തെ കാര്യമെല്ലാം ഏജൻറ്റ് മീഡിയ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ദേഷ്യം വയ്ക്കും. പക്ഷേ സത്യം പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഒരാഴ്ചത്തെ ചക്ക മോളെ അങ്ങനത്തെ വീട്ടിലും കഴിഞ്ഞു. പിന്നെ ഒരു കുട്ടി ജനിച്ചപ്പോൾ ബാപ്പ തിരിച്ച് വിളിച്ചു, വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഈ സംഭവം എല്ലാം അറിയുന്നത്. സീതന് കൊടുക്കുമ്പോൾ കൈക്ക് നീട്ടി വാങ്ങി. കാരണം അത് എന്തൊക്കെയോ പ്രശ്നത്തിൻ്റെ പെൺകുട്ടിയൊന്നും വീട്ടിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. ഓൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് വീട്ടിലേക്ക് വന്നപ്പോഴും ആ ബാപ്പ മോനെ തള്ളി പറഞ്ഞിട്ടില്ല, സ്വീകരിച്ചു. ഇവൻക്ക് ഒരു തട്ടുകട അത് പോലീസ് അറിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ആ തട്ടുകാരൻ്റെ പേര് കുറേ മയക്കുമരുന്നും ഇങ്ങനത്തെ ബിസിനസ്സാണ്, അതുകൊണ്ടാണ് പോലീസ് അറിയിപ്പിച്ചത്. മനസ്സിലായ ദേശം ഉണ്ടായിക്കൊണ്ട് സത്വ കൂടിക്കൊണ്ടാണ് ഉപ്പയും മകനും ഓൻ വെട്ടിക്കൊന്നതും. തീരെ മനസ്സിലാക്കില്ലാതെ ഒന്നാം ചിന്തിക്കുക, സ്വന്തം വീട്ടിൽ വിട്ടിട്ട് നിൻ്റെ കൂടെ വന്ന പെണ്ണ് എങ്ങനെയാണ് വെട്ടിക്കൊല്ലാൻ പറ്റിയെന്ന് നമുക്കറിയില്ല. അതും മനുഷ്യൻ്റെ ഈഗോ ആണ്, ഈഗോ പ്രശ്നം. പിന്നെ നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോൾ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രേമിക്കുമ്പോൾ നമ്മൾ പല സാധനം കാണുമ്പോൾ ബൈക്കും ഐഫോണും അങ്ങനത്തെ റീൽസും അങ്ങനത്തെ വീഡിയോസും സാധനം ഉണ്ടായിരിക്കുമ്പോൾ ഇതെന്നാ ജീവിതം നമ്മൾ വിചാരിക്കും. പാർക്ക് പോയിട്ട് കറങ്ങലും ഐസ്ക്രീം വാങ്ങലും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങും മോളുത്തി വാങ്ങലും പിന്നെ നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യമില്ല എല്ലാം കാര്യം ചെയ്യുമ്പോൾ ഇതെന്നെ ശേഖരം വിചാരിക്കും. അപ്പോൾ ഉപ്പായും ഉമ്മയും വിട്ടിട്ട് ഓണ്ടെന്ന മതി നമ്മൾ മനസ്സിൽ തോന്നും. പിന്നെ എനിക്ക് കഞ്ഞാപ്പികൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ രഹസ്യമ ശേഖരങ്ങളിലും സ്നേഹിക്കുന്നുണ്ട്, ചില ആൾക്കാർ ഇതേമാതിരി പ്രേമിച്ച് ചോദിച്ചു. പിന്നെ പെണ്ണിൻ്റെ ജീവിതം നരകായിട്ട് തീർന്നത് 100 ദിവസം. പിന്നെ ഇപ്പോഴത്തെ ജീവിത രീതി അങ്ങനെ തന്നെയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന് അന്ന് സംഭവം നടന്നത് ആരും കാണാതെ 2ാം നിലയ്ക്ക് ആ പെണ്ണ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ആ പെണ്ണ് അച്ഛന് വെട്ടിക്കൊന്ന കേസ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് ഒന്നുമില്ല, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെയെന്ന് പറയും. ലഹരി കേസ് കൊണ്ട് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അമ്മയില്ലാണ്ടായി. അച്ഛനാണെങ്കിൽ കല്ലും കഞ്ചാവ് വെച്ചപ്പോൾ അമ്മയെ കൊന്ന കേസ് ചെയ്യുകയും കൂടിയാണ്. അപ്പോൾ എല്ലാ ചെക്കനെ മാത്രം കുറ്റം പറ്റും. പക്ഷേ പെണ്ണിനെ കുറ്റം പറ്റും. സ്നേഹിക്കുമ്പോൾ കണ്ടു മൂക്കില്ലാണ്ട് സ്നേഹിച്ചാൽ ഇപ്പോൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കറങ്ങണം, സിനിമ കാണണം, റീൽസ് ഇടണം, വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം. അങ്ങനത്തെ നിങ്ങൾക്ക് ഈ എൻജോയ്മെൻറ്റ്. ഇപ്പോൾ ചെക്കന്മാർ ചെയ്യുന്ന വെച്ചാൽ കോളേജ് പഠിക്കുമ്പോൾ എൻജോയ്മെൻറ്റ് ജീവിതം ജീവിക്കുന്നത് അങ്ങനത്തെ എല്ലാം ഇപ്പോൾ എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ അടിച്ചോലി കല്ലും കഞ്ചാവ് അടിച്ച് ഈ ലോകം തന്നെ നോക്കാതെ ഇപ്പോൾ ജീവിക്കുന്ന കണ്ണു മൂക്കില്ലാത്ത ചെക്കൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ പെൺകുട്ടി ഓടുന്നു. നല്ല മര്യാദയ്ക്ക് നടക്കുന്ന ചെക്കന്മാരാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ 5 കായ്ക്ക് വരികയില്ല. പിന്നെ സിവിൽ നഴ്സ് 10-14 വയസ്സ് ഇല്ലായപ്പോഴാണ് ഈ കണ്ട് ഇഷ്ടപ്പെട്ടത്. പറയാനല്ലേ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റും. എന്താണ് ഇപ്പോൾ നേരിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കാം. കോളേജ് മുഴുവൻ ബാപ്പ വെല്ല് വെച്ചിട്ടാണ് പോയത്. അവസാനം എന്തായും അത് നമ്മൾ കണ്ടില്ല. ജീവിച്ചാണ് ജീവിതം മനസ്സിലാവും. അല്ലാണ്ട് പ്രേമിക്കുമ്പോൾ അതൊരു പറഞ്ഞാൽ അതാണ് ജീവിതം നോക്കാൻ വിചാരിക്കും. സിനിമ നോക്കാൻ ജീവിതമാവില്ല. ചിന്തിക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കുക, പ്രേമിക്കുമ്പോൾ ചെക്കൻ്റെ സ്വഭാവമല്ല അന്വേഷിച്ച് നമുക്ക് കിട്ടുക, കുടുംബക്കാർ അന്വേഷിക്കുക, എല്ലാം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ കത്തി മുറിയോ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയോ മോട്ടി കാസി അയച്ചിട്ട് തിന്ന ജീവിതമാണ്. അല്ലെങ്കിൽ അച്ഛൻ നമ്മൾ പറഞ്ഞ ചെക്കനെ പ്രേമിക്കുക, അച്ഛൻ നമ്മൾ പറഞ്ഞ ചെക്കനെ കല്യാണം കഴിക്കുക. അപ്പോൾ നമ്മൾ ഫാമിലി അവർ കുടുംബം എല്ലാം നമ്മൾ നോക്കണം. അവർ സ്വഭാവം നോക്കുന്നില്ല. പണം മാത്രം നോക്കിയിട്ട് കെട്ടാൻ പാടില്ല, വിദ്യാഭ്യാസം മാത്രം നോക്കിയിട്ട് കെട്ടാൻ പാടില്ല. ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നല്ല നോക്കുന്ന കുറേ ചെക്കന്മാരുടെ നല്ല സ്വഭാവം നല്ല അടിസ്ഥാനമായ എല്ലാം നോക്കിയിട്ടാണ് ഒരു പെൺകുട്ടി നമ്മൾ കല്യാണം കഴിച്ച് അയപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ എന്ത് വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇതേ വിഷയം തന്നെയല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്ലും കഞ്ചാവ് വെച്ച് ആൾക്കാർ കൊല്ലുകയും പിന്നെ ഉമ്മാരെ കൊല്ലുകയും പിന്നെ 5 പേരെ കൊന്ന കേസിന് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഉമ്മമാരും സപ്പോർട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും സ്നേഹമില്ല. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൂണ്ടിക്കായ്ക്കാണ് ബാധിഷ്ടമാണ്. നമ്മൾ ചൂണ്ടിക്കായ്ക്കുക ചെയ്യുന്നത്, അതാണ് ഉമ്മയുടെ സ്നേഹം. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉമ്മയുടെ സ്നേഹം കണ്ടുപോകുന്നിരിക്കും. ഉമ്മ കാരണം മക്കൾ വെറുക്കായി കഴിഞ്ഞാൽ ഉമ്മ സപ്പോർട്ട് ചെയ്യും. അത് തെറ്റ് ഉമ്മക്ക് ആ തെറ്റിൻ്റെ കാരണമുണ്ട്, അതാണ് ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മയക്കുമെന്ന വിഷയത്തിൽ എന്തെങ്കിലും ഇവ ജീവിതമാണ് നമ്മൾ നോക്കുന്നത്. കുറ്റകഴിഞ്ഞ ജീവിതം, പണിക്കും പോകില്ല. പിന്നെ ഇവന്മാർക്ക് താടി മുടിയും സ്റ്റൈലും അത് മാത്രം വരുത്തിയാൽ മതി. അതുമാത്രമാണ് ഇവർ ജീവിതം ഏറ്റവും വലിയ രഹസ്യം. ഇപ്പോൾ EMI കഥ അങ്ങനത്തെ വിഷയത്തിൽ കിട്ടുന്നത് ഇഷ്ടമായി ബൈക്കുമായിട്ട് നമുക്ക് ഇഷ്ടമായി ഫോട്ടോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് പോയി പൈസ ഉണ്ട്, കാര്യം എന്താ അടിച്ചു പോയി ജീവിതമാണ്, നല്ല പണിക്കും പോകുന്നുണ്ട്. ഇതെല്ലാം കടത്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലാവും. പിന്നെ പ്രേമിച്ചാൽ പിന്നെ വേക്കപ്പായി, പിന്നെ അവനെ തേപ്പുകായി,
കുറേ വിഷയം അങ്ങനത്തെ കുറേ വിഷയം നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാണ് ഈ പ്രേമിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. പ്രേമിച്ച് ഏതെങ്കിലും ഇതേമാതിരി കത്തി ഒരു മുട്ടിക്കാശ് കഴിച്ചിട്ട് നമ്മൾ ജീവിതം പാഴാക്കേണ്ടി വരും. പണ്ട് കാലത്തിലും പ്രേമം അങ്ങനത്തെ കാര്യമില്ലായിരുന്നു. പക്ഷേ അത് തെറ്റായ അർത്ഥമൊന്നുമില്ല. അപ്പോൾ കല്ലും കഞ്ചാവ് അടിച്ച ചെക്കന്മാരാണ് പെൺകുട്ടി ഇപ്പം നോക്കി പ്രേമിക്കുന്നത്. നമ്മൾ എപ്പോഴും ജീവൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രേമിക്കുന്നൊന്നും കല്ലും ഇതൊന്നുമില്ല. ഇപ്പോൾ സിനിമ കണ്ടിട്ട് സിനിമ മതിയാണ് ഇപ്പോൾ ജീവിതം അടിച്ചു പോയിക്കുന്നു, കല്ലടിക്കുന്നു. ഇപ്പോൾ അർജുൻ്റെ ഒരു സിനിമ കണ്ടി അതേമാതിരി നടക്കുന്നു ഇപ്പോൾ പെൺകുട്ടിയും വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ വിഷയം കണ്ടിട്ടില്ല. 17 വയസ്സിന് പെണ്ണിൻ്റെ ഒപ്പം 47 വയസ്സിലെ ആൾ പൊഴിച്ചോടെ ഏട്ടത്തിയെ ഭർത്താവിൻ്റെ പനിയിട്ട് ഒഴിച്ചോടെല്ലാം കണ്ടിട്ടില്ല. അതെന്താ സ്നേഹമൊന്നുമില്ല. അത് ചിലപ്പോൾ കാമപ്രാന്ത്. ചിലപ്പോൾ തന്നെ ആ പെണ്ണിനെ തൊട്ട് പിടിച്ചിട്ട് കാമപ്രാന്താക്കി സൂക്ഷിക്കുക ഇങ്ങനെ ജീവിതമാണ്.